സാർ പന്നിന്നൂർ മുകുന്ദൻ സഖാവിന്റെ ഗൺമാനാ ജോയിൻ ചെയ്യുന്നവനെ സാറൊന്ന് കാണാൻ വന്ന. ഗൺമാൻ പൊതുവെ സുഖപരിപാടിയാ, പക്ഷെ നീ ഇവിടെ ഒന്ന് പെടും. നല്ല തീ പിടിച്ച ഓട്ടമായിരിക്കും. എന്താ എൻ്റെ പേര്? അയ്യപ്പദാസ്. താൻ പാർട്ടിക്കാരനാണല്ലേ? വിവീഷും വലിയ സഖാവാ. ഈ പോലീസുകാരും രാഷ്ട്രീയം കളിക്കുന്ന വലിയ സുഖമില്ലാത്ത ഏർപ്പെടാം. എന്താ ഷെരീഫേ? ഇല്ല, പറ. എവിടെ? തടഞ്ഞു വെക്കാനോ? ടൗണിലോ? ആ സച്ചിനെ, വണ്ടി എടു. താൻ വാ. സ്റ്റേഷൻ ആള് കുറവാ. താനോടോ അവിടെ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ ഇറങ്ങി. അടുത്തെടുത്തു. കുടുംബത്തിന് വില അറിയോ? പഠിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ജീവിക്കുന്നത്. എന്താ ഷെരീഫേ പ്രശ്നം? സാറേ, പെണ്ണിനെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. എന്താടാ അവിടെ? എന്താ പ്രശ്നം? സാറിന് കണ്ടോ സാറേ? ഇന്ന് രാവിലെ പണി കഴിഞ്ഞ് ഓട്ടോ ചെയ്ത് ഇത് 3-ാം തവണ ഈ കളി കാണിച്ചു കൂട്ടുന്നു. എനിക്ക് ജീവിക്കണ്ടേ സാറേ? ഓൾ പറയുന്നു കേട്ടോ. എന്താ കാരണം? എന്ത് കാരണം സാറേ? ഞാൻ വേറെ പാർട്ടിക്കാരായതുകൊണ്ട്, ഇവരുടെ യൂണിയനിൽ ചേരാത്തോണ്ട്. ഞാൻ ഒരു ആദിവാസി പെണ്ണായി പോയില്ല സാറേ. ആരെ ആശ്രയിക്കാണ്ട് ജീവിക്കുന്ന ഇവൾക്ക് സഹിക്കുന്നില്ല. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ഗുണ്ടായിസം ഭീഷണി കുറച്ച് നാളായി ഇതെല്ലാം തുടങ്ങിയിട്ട്. ഞാനും ജനിച്ച നാടായത്. എനക്ക് അറിയാൻ സാറേ. ഇവരെ കളി എന്റെ അടുത്ത് നടക്കൂല. ഇവളെ പറയുന്നത് മുഴുവൻ നുണയാ സാറേ. ഇവളെ പണി എന്താ അറിയാ? കസ്റ്റമേഴ്സിനെ കുറിച്ച്, ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് കുറ്റം പറയും. ട്രിപ്പ് തട്ടെടുക്കുക, ആരോടും ദേഷ്യം തെരഞ്ഞു പിടിച്ച് അവർ നേരെ പെറ്റിച്ച് കൊടുക്കുക, കള്ളും കുടിച്ച് നടക്കല്. ഇതൊന്നും ഈ പരിപാടി ഒന്നും സ്റ്റാൻഡിൽ നടക്കൂല സാറേ. വെറുതെ ഇളക്കുന്നേ സാറേ. ഒരു സംശയം നാട്ടുകാരോട് ചോദിച്ചോ. ഞാൻ നിന്നോട് തന്നെ ചോദിച്ചോടാ. ഓഹോ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന 2 കൂട്ടരോട് ചോദിക്കണ്ട സാറേ. അതല്ല മാന്യത. പെണ്ണിനെ പബ്ലിക്കായിട്ട് ഉപദ്രവിച്ചിട്ട് കിടന്ന് ചലിക്കുന്നോടാ നീ. പിടി സാറേ, പ്രശ്നം നമ്മളെ കയ്യിൽ കൂല. ഒരു പ്രശ്നമില്ല, കേസ് എടുക്കണം. ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ ഈ പെണ്ണിനെ ഉപദ്രവിച്ച് ആരായാലും രക്ഷപ്പെടാൻ തരുന്നല്ല. നിയമം കൈയെടുത്ത എല്ലാത്തിനെയും പൊക്കും. മോൻ സാറേ, കൂത്തുപറമ്പിൽ കൂടുതൽ ഫോഴ്സോട് വരാൻ പറ. ആഹാ, കളി നമുക്ക് നോക്കാം. പാർട്ടിക്കാരാന്ന് വെച്ചാൽ എന്ത് തോന്നിയതും കാണിക്കാം. ഇത് പൂര കുഴപ്പാവും. ഇത് ഇട നിൽക്കൂല. പാടച്ചോനെ തീരുമാനായി. വെറുതെ വിടരുത് സാറേ. ഇതിനു വേണ്ടി ഏതറ്റം വരെയും പോകും ഞാൻ. ഞാനൊരു ദേശീയ പറഞ്ഞ് ഈറ്റുകൾ. എന്താ മോഹന, നിങ്ങള് പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കല, തീർക്കാനല്ലേ നോക്കണ്ടത്? സാറ് ഇവിടുത്തെ ഇഷ്യൂ കണ്ടല്ലോ. ഈ പെണ്ണിന്റെ ഇവരെല്ലാവരും ഇത് ഓട്ടോക്കാർ തമ്മിലുണ്ടായ പ്രശ്നമായിട്ട് അങ്ങ് വിട്ടാ മതി. കേസൊന്നും വേണ്ട. അതല്ല സാർ, ഇത് ഇവർക്ക് പരാതിയുള്ള സ്ഥിതിക്ക്. അതിനിവിടെ ആർക്കും പരാതിയില്ലല്ലോ. എനിക്ക് പരാതി ഉണ്ടാ? ഇല്ല. ഒരു സ്ഥലത്തെ പ്രശ്നം പരിഹരിക്കുമ്പോൾ അടുത്ത രാഷ്ട്രീയം കൂടി അറിഞ്ഞിരിക്കണ്ടേ? അതും പുതിയൊരാളാവുമ്പോൾ വേണ്ടേ?